നിങ്ങൾ വരവ് ചെലവ് കണക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നവരാണോ? ഇല്ല എങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് രേഖപ്പെടുത്തി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം, അതിൽ നിന്നും എത്രയൊക്കെയാണ് നിങ്ങൾക്ക് പൈസ ചിലവാകുന്നത്, ഏത് രൂപത്തിൽ ഏത് വഴിയിലാണ് നിങ്ങൾക്ക് പൈസ ചിലവാകുന്നത് എന്നൊക്കെ ഒരു വ്യക്തമായ കണക്ക് നിങ്ങൾക്ക് ലഭിക്കും. ചിലപ്പോൾ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. ഞാൻ ഇന്ന് ഒരു കിഡിലൻ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷന് പ്രത്യേകിച്ച് പെർമിഷൻ്റെ ആവശ്യമില്ല, ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ പരസ്യങ്ങളുമില്ല. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനും സാധിക്കും. ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടു മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഹൗ ടു യൂസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡെമോ വീഡിയോ കാണാൻ സാധിക്കും. അതായത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്ന്. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ രജിസ്റ്റർ ആപ്പ്, അതിൻ്റെ ആവശ്യമില്ല. എൻ്റർ ആപ്പ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരവ് ചിലവ് കണക്കുകൾ ഇവിടെ നമുക്ക് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് രേഖപ്പെടുത്താം. അതിനു മുമ്പ് നമുക്ക് ഇടതുവശത്ത് 3 ലൈൻസ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ കാറ്റഗറീസ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരായിട്ട് നമുക്ക് നൽകിയ ഒരുപാട് കാറ്റഗറീസ് കാണാൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെ നമുക്ക് റീ എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇതിൽ നിങ്ങളുടെ കാറ്റഗറി ഇല്ല എങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ ആഡ് എന്ന ഭാഗം കാണാൻ സാധിക്കും. ആഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയൊരു കാറ്റഗറി ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെ വരുമാനവും ചെലവും ഒക്കെ രേഖപ്പെടുത്താമെന്ന് പരിശോധിക്കാം. ഇവിടെ പ്ലസ് ഐക്കൺ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് എക്സ്പെൻസ് എന്ന ഭാഗത്താണ് ഉള്ളത്. ആദ്യം നമുക്ക് ഇൻകമിങ്, അതായത് നമുക്ക് എത്ര ഇൻകം ആണ് ഉള്ളത് എന്ന് ഇവിടെ ഇൻകം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് രേഖപ്പെടുത്താം. സെലക്ട് കാറ്റഗറി എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കാറ്റഗറി, ഇപ്പോൾ നിങ്ങൾക്ക് ഏത് രൂപത്തിലാണ് വരുമാനം വരുന്നത് എന്ന് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ സാലറി എന്ന ഭാഗമാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം എത്രയാണ് എമൗണ്ട്, നിങ്ങളുടെ സാലറി എത്രയാണ് ഇവിടെ രേഖപ്പെടുത്തുക. ഞാനിപ്പോൾ ഇവിടെ 20,000 ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ സാലറി ഏത് രൂപത്തിലാണ് നിങ്ങളുടെ കൈവശം എത്തുന്നത്, കമ്പനി മുഖാന്തരമാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ജോലി ചെയ്തിട്ടാണോ, ഇവിടെ നോട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. വേണമെങ്കിൽ മാത്രം രേഖപ്പെടുത്തുക. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കമ്പനി എന്ന് രേഖപ്പെടുത്താണ്. ഓക്കെ, കമ്പനി എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴെ കാണുന്ന സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇത് സേവ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇൻകം, അതായത് നിങ്ങളുടെ വരുമാനം 20,000 രൂപയാണ്. ഇനി നിങ്ങളുടെ ചെലവ് എത്രയാണ്, അത് ഇവിടെ നിങ്ങൾക്ക് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പെൻസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് അവിടെ ഓൾറെഡി സെലക്റ്റഡ് ആണ്. നിങ്ങളുടെ കാറ്റഗറി നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് രൂപത്തിലാണ് നിങ്ങൾക്ക് ചിലവാകുന്നത്. ഞാനിപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് അവിടെ എമൗണ്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ്. എനിക്കിപ്പോൾ 800 രൂപ ഇലക്ട്രിസിറ്റിയിൽ ചിലവായിട്ടുണ്ട്. ഏത് ഡേറ്റിനാണ് ആ ഡേറ്റ് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് മാർച്ച് മാസം 2-ാം തീയതി. ഓക്കെ, മാർച്ച് മാസം 2-ാം തീയതി ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ താഴെ കാണുന്ന നോട്ട് എന്ന ഭാഗത്ത് ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇലക്ട്രിസിറ്റി സെലക്ട് ചെയ്തുകൊണ്ട് നോട്ട് എന്ന ഭാഗത്തൊന്നും വേണ്ട, സേവ് കൊടുത്താൽ മതി. ഓക്കെ, ഇതാ കണ്ടോ, 20,000-ൽ നിന്നും 800 രൂപ ഇതാ നമുക്ക് ഇലക്ട്രിസിറ്റിയിൽ ചിലവായിട്ടുണ്ട്. ഓക്കെ, ഇനി മറ്റൊന്നും കൂടി നമുക്കിവിടെ രേഖപ്പെടുത്താം. ഇവിടെ വീണ്ടും നമുക്ക് ചിലവാകുന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ഐക്കൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് രൂപത്തിലാണ് നിങ്ങൾക്ക് ചിലവാകുന്നത് അതിവിടെ കാറ്റഗറി സെലക്ട് ചെയ്യുക. കാറ്റഗറി എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഫുഡ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം എത്രയാണ് എമൗണ്ട്, ഇപ്പോൾ ഇവിടെ ഞാൻ 600 രൂപ ഫുഡിന് ചിലവായിട്ടുണ്ട്. ഏത് ഡേറ്റിനാണ് ചിലവാകുന്നത് അതിവിടെ നമുക്ക് രേഖപ്പെടുത്താം. പിന്നെ നോട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് ഫുഡ് കഴിച്ചത് അതൊക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഓക്കെ, കണ്ടോ, 800 രൂപയും 600 രൂപയും എനിക്ക് 20,000-ൽ നിന്നും ചിലവായിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇൻകമ്മിങ് വീണ്ടും വരികയാണ്. അതായത് നിങ്ങളുടെ 20,000-ന് പുറമെ നിങ്ങൾക്ക് ബോണസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ വരികയാണെങ്കിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇൻകമ്മിങ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് കാറ്റഗറി സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഇതിൽ നിന്നും റെൻ്റ് എന്ന ഭാഗമാണ് സെലക്ട് ചെയ്യുന്നത്. വാടക അടിസ്ഥാനത്തിൽ എനിക്ക് ഒരു 5,000 രൂപ കൂടി കിട്ടുന്നുണ്ട്. ഓക്കെ, എമൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് 5,000 ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നോട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഡേറ്റ് നിങ്ങൾക്ക് മാറ്റാം. ഓക്കെ, ഇവിടെ സേവ് കൊടുക്കുമ്പോൾ ആ ഒരു ഇൻകം നമുക്ക് 20ഉം 5ഉം 25 ഗ്രീൻ കളറിൽ ഇവിടെ കാണാൻ സാധിക്കും. ചിലവായത് റെഡ് കളറിൽ കാണാൻ സാധിക്കും. ഇനി നിങ്ങളുടെ വരുമാനം മാസത്തിലോ ആഴ്ചയിലോ വർഷത്തിലോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ താഴെയുണ്ട്.
ഇവിടെ ഇടതുവശത്ത് ആദ്യത്തെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡെയിലി അല്ലെങ്കിൽ വീക്കിലി, മന്ത്ലി, ഏർലി അല്ലെങ്കിൽ കസ്റ്റം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഡേറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് അങ്ങനെയും നിങ്ങളുടെ വരുമാനവും ചിലവും നിങ്ങൾക്ക് രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ താഴെ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറി ബേസിൽ നിങ്ങൾക്ക് അത് കാണാനുള്ള ഓപ്ഷൻ ഇവിടെ പ്രത്യേകമായിട്ടും നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാങ്കിൻ്റെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓപ്ഷനും ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ഒരുപാട് നല്ല നല്ല പ്രത്യേകതകളുള്ള ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.